സങ്കീർത്തനം 138 വചനം നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, അങ്ങ് നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ അങ്ങയുടെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മൾ എഴുത്തുകാരനും എഴുത്തുമെന്ന് ചിന്തിച്ചെങ്കിൽ എഴുത്തുകാരന്റെ സ്വഭാവവും എഴുത്തുമെന്ന് ചിന്തിക്കാം. എഴുത്തുകാരന്റെ സ്വഭാവവും എഴുത്തും. പെരുമ്പടവം ശ്രീധരന്റെ എഴുത്തുകളെ കുറിച്ച് ചില നാളുകൾക്ക് മുമ്പ് വന്ന ഇന്റർവ്യൂ യൂട്യൂബിൽ കണ്ടു. പെരുമ്പടവം എന്ന സ്ഥലം പിറവത്തിനടുത്താണ്. അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഓർത്തിട്ട് ഇതുവരെ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ എഴുത്തിനകത്തെല്ലാം ഒരു ഭക്തിയുടെ രസമുണ്ട്, ഭക്തിരസമുണ്ട്. മാത്രമല്ല, ചിലർ അദ്ദേഹത്തെ പരിഹസിച്ചു. ഇവിടെ തന്റെ എഴുത്തിനകത്തെല്ലാം ബൈബിള് കയറി വരുന്നുണ്ടല്ലോ. പെരുമ്പടവം ശ്രീധരന്റെ മറുപടി കേൾക്കണം. ബൈബിളും യേശുക്രിസ്തുവും ഇല്ലാതെ എനിക്ക് എഴുതാനേ കഴിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇലഞ്ഞി എന്ന സ്ഥലത്തുള്ള കാത്തലിക് സ്കൂളിലാണ് അവർ പഠിച്ചത്. തന്റെ ഫ്രണ്ട്സ് എല്ലാം ബൈബിൾ വിശ്വസിക്കുന്നവരായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ബൈബിൾ ക്ലാസ് ഉണ്ട് പള്ളിക്കൂടത്തില്. ആ ക്ലാസിന്റെ പേര് കാറ്റക്കിസം ക്ലാസ് എന്നാണ്. ഈ സമയത്ത് ശ്രീധരൻ പുറത്തു നിൽക്കും, മറ്റു കുട്ടികൾ ക്ലാസ്സിലിരിക്കും. ഒരു ദിവസം അവരുടെ മത്തായി സാറ് വരാന്തയിൽ കൂടെ വന്നപ്പോൾ ചോദിച്ചു, ശ്രീധരൻ എന്താ പുറത്തു നിൽക്കുന്നേ? കാറ്റക്കിസം ക്ലാസ് കഴിഞ്ഞ് എന്റെ കൂട്ടുകാർ വരാൻ നിൽക്കുകയെന്ന് പറഞ്ഞു. അന്ന് മത്തായി സാറ് പറഞ്ഞു, നിനക്ക് ആ സമയത്ത് അകത്ത് കയറുന്ന എന്താ കുഴപ്പം? നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിക്കുക. അന്ന് മുതൽ ഒരിക്കലും മുടങ്ങാതെ അദ്ദേഹം ക്ലാസ്സിൽ കയറി. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിനെ പോലെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാനൊരു ബൈബിൾ മേടിച്ചു. ഞാൻ അതെല്ലാ ദിവസവും വായിച്ചു. ഞാൻ എന്തെഴുതിയാലും അതിനകത്ത് ബൈബിൾ കഥാപാത്രങ്ങൾ കയറി വരും. കാരണം എന്നെ അതുപോലെ ആകർഷിച്ചു ബൈബിളിലെ യേശു. നോക്കൂ, ദൈവമേ, നീ നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം നീതിമാനാണ്, ദൈവം വിശ്വസ്തനാണ്. നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെയാണ് നീ ഈ പുസ്തകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മുഴുവനും അങ്ങയുടെ കൽപ്പനയാണ്, അങ്ങയുടെ പ്രമാണങ്ങളും ഓർഡറുകളുമാണ് ബൈബിളിൽ. എന്നാൽ അത് അവസരവാദപരമല്ല. ഉദാഹരണത്തിന്, ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു നിയമമുണ്ടാക്കാം. പിറവത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു വലിയ അപകടം ഉണ്ടായി, ദാരുണ മരണം സംഭവിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ അവിടെ 4 ഹമ്പ് ഉണ്ടാക്കി. ഒന്നേന്ന് കയറി അടുത്തതേ കയറി ഇറങ്ങുമ്പോഴേക്കും മനുഷ്യന്റെ നടുവൊടിയും. അത് ഒരു ഇമോഷണൽ സ്റ്റെപ്പായിരുന്നു. ആ മരിച്ച മനുഷ്യന്റെ ചോരയുടെ ഭീതിയാണ് അങ്ങനെ ഒരു ഹമ്പ് അവിടെ ഉണ്ടാക്കാൻ നിയമകർത്താക്കളെയും പുരുഷാരത്തെയും പ്രേരിപ്പിച്ചത്. ഡ്രൈവർമാർ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയും അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ ഓർഡർ ആയിരിക്കുന്നു. അപ്പം ഫോഴ്സ് ടു റൈറ്റ് എന്ന് പറയും, നിർബന്ധത്താൽ എഴുതപ്പെട്ടത്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് അങ്ങനെ ഇമോഷൻ ഉണ്ടോ? അയ്യോ,
ഹമാസ് കണ്ടമാനം കൊല്ലപ്പെടുന്നു, എന്നാ അവിടെ ഒരു നിയമം വേറെ ഉണ്ടാക്കാം. നോ. ഭൂകമ്പം ഉണ്ടാകുന്നു, വേറൊരു നിയമം ഉണ്ടാക്കാം. ഇല്ല. ഇമോഷണൽ റൈറ്റിംഗ്സ് അല്ല ബൈബിളിലുള്ളത്. പിന്നെ ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് റൂൾസ് ആണുള്ളത്. നീതിയോടും വിശ്വസ്തയോടും കൂടെ നീ അവയെ എഴുതിയിരിക്കുന്നു. ആകയാൽ ദൈവവചനത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ എന്നോട് തന്നെ പറയുന്നു, വിശ്വസിക്കാം. ഒരു പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ എഴുതിയതല്ല ഇത്. മനുഷ്യന്റെ ഉത്ഭവത്തിന് മുമ്പേ ദൈവം തയ്യാറാക്കിയതാണ് ഈ പ്രമാണം. അതുകൊണ്ട് പ്രമാണത്തെ ഉറച്ചു വിശ്വസിക്കാം, പ്രസംഗിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.